ഹായ്, വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ ഒരു വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. അതിനായിട്ട് ബാക്കി വന്ന ചോറും അതിൻ്റെ കൂടെ കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്തിട്ടാണ് ഞാൻ ഈ അപ്പം തയ്യാറാക്കുന്നത്. ഇത്രയും ചോറ് നമ്മൾക്കിന്ന് ബാക്കിയുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് അപ്പത്തിന് ഇത്രയും ചോറിൻ്റെ ആവശ്യം ഇല്ല. ഈ അപ്പം ഉണ്ടാക്കാനായിട്ട് 1/2 കപ്പ് അളവിൽ ചോറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഏകദേശം ഇതൊരു 125 ഗ്രാമോളം ഉണ്ടാവും. ഇനി ഇതിലേക്ക് അരിപ്പൊടിയുടെ ആവശ്യത്തിനായിട്ട് വറുത്ത പത്തിരി, ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പൊടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. 1 കപ്പ് അളവിലാണ് ഈ പൊടി നമ്മൾ ഉപയോഗിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു 240 ഗ്രാമോളം വരും. എപ്പോഴും നമ്മൾ അരിപ്പൊടിയുടെ പകുതി ചോറ് ആണ് ഉപയോഗിക്കുന്നത്. ചോറിൻ്റെ അതേ അളവിൽ തന്നെ നമ്മൾ ഇതിനകത്ത് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റും 1 ടീസ്പൂൺ പഞ്ചസാരയും 1/4 ടീസ്പൂൺ ഉപ്പും. ഇതിനോടൊപ്പം ഞാൻ ഒരു തേങ്ങയുടെ വെള്ളവും കൂടി ചേർക്കുന്നുണ്ട്. അത് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ ചേർത്തത്. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ അപ്പം നല്ല സോഫ്റ്റായി കിട്ടും. അതല്ലെങ്കിൽ സാധാരണ വെള്ളമൊഴിച്ച് നമുക്ക് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പം നമ്മൾ ഈ ഈസ്റ്റ് ചേർക്കുമ്പോൾ നിർബന്ധമായും പഞ്ചസാര ചേർക്കണം. ഈസ്റ്റും പഞ്ചസാരയും കൂടെ പ്രവർത്തിച്ചാലാണ് മാവ് നന്നായിട്ട് പുളിച്ച് പൊങ്ങി കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഞാനിതെല്ലാം കൂടി യോജിപ്പിച്ച് എടുത്തേക്കുന്നത്. ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് വേണം നമ്മൾ മാവ് അരച്ചെടുക്കാൻ. അധികം ലൂസും അധികം കട്ടിയുമാകാൻ പാടില്ല. അത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് പകർത്തി വെക്കാം. ഇത്തിരി വലിയ ഒരു പാത്രത്തിൽ വേണം നമ്മളിത് ഒഴിച്ച് വയ്ക്കാൻ. പൊങ്ങി പുറത്ത് പോകാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്തിരി വലിയ പാത്രത്തിൽ ഒഴിച്ച് വയ്ക്കുന്നത്. മിനിമം ഒരു 5-6 മണിക്കൂറെങ്കിലും ഇതൊന്ന് പൊങ്ങാനായിട്ട് മാറ്റി വയ്ക്കണം. ഒരു 6 മണിക്കൂറിന് ശേഷം നമ്മൾ നോക്കിയപ്പോൾ ഈ മാവ് നന്നായിട്ട് പൊങ്ങി തൂവി പുറത്ത് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവ് നല്ലതുപോലെ പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് ഒരു സ്പൂൺ കൊണ്ട് അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ ഒരപ്പം റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റായിട്ടും ചുട്ടെടുക്കാം. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ ഇത്രയും സോഫ്റ്റായിട്ടുള്ള അപ്പം കിട്ടില്ല. ഇവിടെ ഞാൻ അപ്പം ചുടാനായിട്ട് ഒരു ദോശക്കല്ലാണ് ഉപയോഗിക്കുന്നത്. നല്ല ചൂടായ കല്ലിലേക്ക് എണ്ണ തടവിയിട്ട് നമുക്ക് 1 സ്പൂൺ മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് അധികം പരത്തേണ്ട ആവശ്യമില്ല. ആ സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് അമർത്തിയാൽ മാത്രം മതി. എന്നിട്ട് ചെറിയ തീയിലിട്ട് കുഴികൾ വന്നതിന് ശേഷം മാത്രം മൂടി വയ്ക്കുക. അതല്ലെങ്കിൽ നല്ല കുഴിയോട് കൂടിയുള്ള അപ്പം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ അപ്പം വെന്ത് കിട്ടും. തീ ഒരിക്കലും കൂട്ടി വെക്കരുത്. അപ്പത്തിൻ്റെ അടിവശം കരിഞ്ഞു പോകും. ഇപ്പോൾ നമ്മുടെ അപ്പം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ബാക്കിയുള്ള മാവും നമുക്ക് ഇതേപോലെ തന്നെ ചുട്ടെടുക്കാം. ഈ ഒരു അളവിൽ നമുക്ക് ഒരു മീഡിയം സൈസിൽ 8 അപ്പത്തോളം ചുട്ടെടുക്കാം. ഇത് വളരെ സോഫ്റ്റായതും നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നതുമായതുകൊണ്ട് ഇത് എന്ത് കറിയുടെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. മുട്ടക്കറിയോ കടലക്കറിയോ. ഞാനിവിടെ ചമ്മന്തിയുടെ കൂടെയാണ് കഴിച്ചത്. കറിയില്ലെങ്കിലും വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അപ്പമാണ്. നമുക്ക് ചായയുടെ കൂടെ വെറുതെ കഴിക്കാം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. ഇതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റായി എന്നെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ.